നമസ്കാരം. ഇന്ന് നവരാത്രിയുടെ 5-ാം ദിവസം അല്ലെങ്കിൽ നവയോഗയുടെ 5-ാം ദിവസം. ഇന്നിപ്പോ ഞാൻ പറഞ്ഞു തരാൻ പോണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ യോഗയിൽ പറയുന്ന മുദ്രകളുണ്ട്. സലിംകുമാർ പറയാറില്ലേ മുദ്ര ശ്രദ്ധിക്കണമെന്ന്? അത് തന്നെ കാര്യം. അതായത് ഇപ്പോ ഈ പാലായിന്ന് തൊടുപുഴയ്ക്കല്ലേ, തൊടുപുഴന്ന് പാലായ്ക്കൊക്കെ കയറുമ്പോൾ ഒരു നെല്ലപ്പാറ കയറ്റമൊക്കെ കയറി അങ്ങനെ ബസ് അങ്ങനെ പോണ കാണാൻ നല്ല രസമാണ്. റീൽസിൽ മാത്രം. നമ്മൾ അതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വയറ്റ് കിടന്ന് മറിയും. ഇനി ഇതൊന്നും വേണ്ട, നമ്മൾ സുഖമായിട്ട് കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ മഴ പെയ്യണു, ഷട്ടറൊക്കെ ഇട്ടു എല്ലാവരും, അപ്പോഴും ചിലർക്ക് വയറ്റ് കിടന്ന് മറിയുക, വിയർക്കുക, തലവേദന എടുക്കുക തുടങ്ങിയ അഭ്യാസങ്ങളൊക്കെ ഉണ്ട്. ഇനി ചിലര് ഇതൊന്നും വേണ്ട, ബസ് കണ്ടാൽ മതി, വയറ്റ് കിടന്ന് മറിയലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ നമ്മുടെ യോഗയിലുള്ള മുദ്രകളിൽ ഒരു മുദ്രയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. മുദ്രയുടെ പേര് അപാൻ മുദ്ര എന്നാണ്. ഈ മുദ്ര എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെൻഡൻസി, അതായത് ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവില്ല. യാത്ര ചെയ്യുമ്പോൾ, യാത്ര ചെയ്യാത്തവരില്ലല്ലോ അല്ലെ, യാത്ര ചെയ്യുമ്പോൾ ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവില്ല. എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ, ഛർദ്ദിക്കാൻ വരും, ഈ പറച്ചിൽ പറയണ്ട, ചെയ്യേണ്ട ഒരു കാര്യമാണ്. യാത്രയ്ക്ക് മുൻപ് ഒരു 15 മിനിറ്റ് മുദ്ര പിടിക്കുക. ഇതാണ് മുദ്ര, അപാൻ മുദ്ര. രണ്ട് കൈയിലും പിടിക്കണം, നട്ടെല്ല് നിവർന്ന്, കഴുത്ത് നിവർന്ന്, തല നേരെ വെച്ച് ഇരിക്കണം. അതിനുശേഷം യാത്രയിലെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. അപാൻ മുദ്ര എന്നാണ് ഇതിന്റെ പേര്. പെരുവിരല്, നടുവിരല്, മോതിരവിരല്, ഇത് മൂന്നും കൂടി രണ്ട് കൈയിലും പിടിച്ചിരിക്കുക. ഈ മുദ്ര ഓർക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. മാൻ, നമ്മൾ നെടല് നോക്കില്ലേ, മാനിനെ പിടിച്ചിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇല്ലേ, അതാണ് ഈ മുദ്ര. അപാൻ മുദ്ര എന്നാണ് കേട്ടോ അതിന്റെ പേര്. ഇത് ഒരു കൈ പിടിച്ചാൽ പോരാ, രണ്ട് കൈയിലും പിടിക്കണം. നല്ല രസല്ലേ? ഓക്കെ, അപ്പൊ ഇത് നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്, ഓർത്ത് വയ്ക്കുക. അപ്പൊ അടുത്ത ടിപ്പുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.